ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് ക്ഷണിച്ച ശാലിനിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു പറഞ്ഞു, ഞാൻ വന്നത് വെറും ഫോർമാലിറ്റിയിൽ സംസാരിക്കുന്ന ശാലിനി മേഡത്തെ കാണാനല്ല. പണ്ട് പണ്ട് പകൽ സമയത്ത് ഒരു പൂമഴയിൽ എന്റെ മുന്നിലെത്തിയ എന്റെ പെണ്ണിനെ ആ പൂമഴയിൽ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ ശാലിനിയെ കാണാനാണ് ഞാൻ വന്നത് എന്ന് വിഷ്ണു പറയുമ്പോൾ അന്നത്തെ ആദ്യത്തെ ആ കൂടിക്കാഴ്ചയിൽ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും മനസ്സിലേക്ക് കടന്നു വന്നു. ശാലിനി അതോർത്ത് അങ്ങനെ വിഷ്ണുവിനെ നോക്കി നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു, അന്ന് ഞാൻ കണ്ട എന്റെ പെണ്ണിനെ കാണാനാണ് ഞാൻ വന്നത്. അതിനുശേഷം തല്ലിയും വഴക്ക് പറഞ്ഞും പരസ്പരം വഴക്കുണ്ടാക്കിയും അടുത്തടുത്ത് വന്ന അന്ന് ആ സ്വയം എല്ലാം മറന്ന് തന്നെ മാത്രം സ്നേഹിച്ചു നടന്നിരുന്ന ആ വിഷ്ണുവിന്റെ അരികിലേക്ക് സ്നേഹത്തോടെയും എന്നാൽ അതിനേക്കാൾ ഉപരി എന്റെ സ്നേഹം മനസ്സിലാക്കി എന്നെ തിരിച്ചറിഞ്ഞ് അങ്ങനെ പതിയെ പതിയെ ഇണക്കവും പിണക്കവും ഒക്കെയായി പതിയെ പരസ്പരം അടുത്ത ആ ശാലിനിയാണ് എനിക്ക് കാണേണ്ടത് എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു. അതിനുശേഷം എൻ്റെ ഭാര്യയായി എൻ്റെ പ്രാരാബ്ധങ്ങളിലും എൻ്റെ പ്രശ്നങ്ങളിലുമെല്ലാം എൻ്റെ കൈ ഒരു പിടിപോലും വിടാതെ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് എന്നോടൊപ്പം നടന്നിരുന്ന എൻ്റെ ഭാര്യയെ, ആ ശാലിനിയാണ് എനിക്ക് കാണേണ്ടത്. ആ ശാലിനിയോടാണ് എനിക്ക് സംസാരിക്കേണ്ടത്. ആ ശാലിനിയെ കാണാനും സംസാരിക്കാനുമാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ അകത്തേക്ക് വരാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു, അകത്തേക്ക് കയറി വാ. ആ വാക്ക് കേട്ടതും വിഷ്ണു ശാലിനിയെ തന്നെ നോക്കി. ശാലിനിയുടെ നോട്ടത്തിലും തന്റെ പഴയ ആ ശാലിനിയാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു പതിയെ അകത്തേക്ക് കയറി. ശാലിനിയും വിഷ്ണുവും അകത്തേക്ക് കയറിയതിനു ശേഷം ഒന്നും മിണ്ടാതെ ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് വന്ന് നിന്നപ്പോ വിഷ്ണു പറഞ്ഞു, ഇവിടേക്ക് വരുമ്പോ എന്റെ മനസ്സിലുള്ളത് ഒളിഞ്ഞും മറിഞ്ഞും പലപ്പോഴും തന്നെ കാണാനായി ഇവിടേക്ക് വന്ന ആ മുഹൂർത്തങ്ങളും ഓർമ്മകളുമാണ് എന്റെ മനസ്സിലുള്ളത്. ഹോട്ടൽ അടച്ചത് കൊണ്ടും അടുപ്പണച്ചത് കൊണ്ടും ചായ ഞാൻ ചോദിക്കുന്നില്ല. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറ്റുമോ എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിക്കുന്നു. വിഷ്ണുവിന്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് ശാലിനി അവിടെ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി. വിഷ്ണുവിന് നേരെ ആ വെള്ളം നീട്ടിയതും വിഷ്ണു അത് വാങ്ങിക്കാൻ തുടങ്ങിയ സമയത്ത് തന്റെ വലത് കൈ കൊണ്ട് ആ ഗ്ലാസ് പിടിച്ചപ്പോൾ ഗ്ലാസിന്റെ അരം കൈയിലേക്ക് കൊണ്ട് കൈ വേദനിച്ചു. പെട്ടെന്ന് കൈയൊന്ന് ആകെ ഒന്ന് കുതിരുകയും പെട്ടെന്ന് ആ കൈയിൽ നിന്ന് ഇടത് കൈയിലേക്ക് വിഷ്ണു ഗ്ലാസ് മാറ്റി. ആ കൈ മാറ്റി പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയുടെ നോട്ടം മുഴുവൻ വിഷ്ണുവിന്റെ ആ കൈകളിലേക്ക് തന്നെയായി. വിഷ്ണു വെള്ളം കുടിച്ച് ഗ്ലാസ് ആ ടേബിളിലേക്ക് വെച്ചപ്പോഴും ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ തന്നെ തുറച്ചു നോക്കി. അപ്പോഴും വിഷ്ണു പറഞ്ഞു, ഞാൻ പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ? ഞാൻ പറയുന്നതിനൊന്നും തന്റെ മറുപടിയൊന്നും ഉണ്ടാകുന്നില്ല, താൻ ഒരു വാക്കുപോലും പറയുന്നില്ലല്ലോ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചപ്പോഴും ശാലിനി വിഷ്ണുവിന്റെ ആ കൈയിലേക്ക് തന്നെ നോക്കി. അതിനുശേഷം ശാലിനി വിഷ്ണുവിന്റെ കൈയിലേക്ക് കടന്നു പിടിച്ചു. ആ വലത് കൈയിലെ ഉള്ളം കൈയിലേക്ക് ശാലിനി നോക്കി. തന്റെ രണ്ട് കൈകൾ കൊണ്ടും ആ ഉള്ളം കൈ തുറന്നു നോക്കി. അതിലെ ആ പൊള്ളൽപ്പാട് കണ്ടതോടെ ശാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോ ഇതാണ് സ്വയം കത്തി ദീപാരാധന നടത്തിയതിന്റെ പൊള്ളൽപ്പാട് അല്ലേ എന്ന് ശാലിനി കണ്ണുനീരോടെ വിഷ്ണുവിനോട് ചോദിച്ചു. വിഷ്ണു ശാലിനിയെ നോക്കുമ്പോ ശാലിനി പറഞ്ഞു, പൊന്നി എന്നെ വിളിച്ചിരുന്നു. അത് കേട്ടപ്പോഴേക്കും വിഷ്ണു ഒന്നും മിണ്ടാതങ്ങനെ നിൽക്കുമ്പോൾ പൊന്നി വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് കേട്ടതോടെ വിഷ്ണു ശാലിനിയുടെ കയ്യിൽ നിന്ന് തന്റെ കൈ പിൻവലിച്ചിട്ട് വിഷ്ണു പറഞ്ഞു, ഇങ്ങനെയാണ് ചില പുരുഷ ജന്മങ്ങൾ. ഭാര്യയുടെയും അമ്മയുടെയും പെറ്റമ്മയുടെയും രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് ഇങ്ങനെ നീറിപ്പുകയുകയാണ് ചില പുരുഷ ജന്മങ്ങൾ. അതിൽ ഭാര്യയ്ക്കും പെറ്റമ്മയ്ക്കും അവരവരുടേതായ ന്യായപ്രമാണങ്ങൾ ഉണ്ടാകും, ന്യായവാദങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇടയിൽ നിൽക്കുന്ന പുരുഷന് മെഴുകുതിരി പോലെ ഇതുപോലെ ഉരുകിത്തീരാനേ കഴിയൂ എന്ന് വിഷ്ണു പറയുമ്പോൾ അത് കേട്ട ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഇല്ല വിഷ്ണുവേട്ടാ, ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിച്ചു. എൻ്റെ അമ്മ ഇന്ന് പകൽ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുവേണ്ടിയാണ് വിഷ്ണുവിനെ ഞാൻ ഇവിടേക്ക് വിളിപ്പിച്ചത്. എൻ്റെ ശാരദാമ്മയും സത്യാമ്മയും എനിക്ക് അമ്മമാരാണ്. അവർ രണ്ടുപേരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ആ രണ്ടുപേരുടെയും സ്ഥാനം എൻ്റെ മനസ്സിൽ ഒരുപോലെ തന്നെയാണ്. എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും എനിക്ക് മനസ്സിലായി. വിഷ്ണുവേട്ട, ചില എൻ്റെ ന്യായങ്ങളും ചില തീരുമാനങ്ങളും ഒക്കെയാണ് എന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്.
എൻ്റെ തെറ്റായിട്ടുള്ള ചില ന്യായവാദങ്ങളും ന്യായപ്രമാണങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതം ഈ അവസ്ഥയിൽ എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് വിഷ്ണുവേട്ടനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം, വിഷ്ണുവേട്ടനോട് ചില കാര്യങ്ങൾ എനിക്ക് പറയണം. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇപ്പോഴത്തെ ശാലിനി തെറ്റാണ് വിഷ്ണുവേട്ട. മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതെനിക്ക് വിഷ്ണുവേട്ടനോട് പറയണം എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി. വിഷ്ണുവിന്റെ ആ കയ്യിലെ ആ പൊള്ളൽ പാടിലേക്ക് തന്റെ മുഖം ചേർത്ത് പിടിച്ച് വിഷ്ണുവിന്റെ ആ കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ട് ശാലിനി പറഞ്ഞു, അങ്ങനെ അത് തുറന്നു പറഞ്ഞാൽ മാത്രമേ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ ഈ പച്ചമാംസം കത്തിക്കൊണ്ട് സ്വയം എരിഞ്ഞടങ്ങിയ ഈ വേദന ഇല്ലാതാക്കാൻ കഴിയൂ. അതുകൊണ്ട് എനിക്കത് പറയണമെന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ കൈ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, ഇല്ല ശാലിനി, താൻ ഇപ്പോ കവിളിലേക്ക് ചേർത്ത് വെച്ച ഈ പാടുണ്ടല്ലോ, അത് മാഞ്ഞു പോകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്തെന്നോ, താൻ മാത്രമല്ല പാപഭാരം ചുമക്കുന്നത്, ഞാനും എൻ്റെ ചുമലിൽ ഒരു പാപഭാരവുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് വിഷ്ണു ശാലിനിയോട് മനസ്സ് തുറന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണുവും ശാലിനിയും പരസ്പരം മനസ്സ് തുറക്കാൻ ഒരുങ്ങുന്ന നിമിഷം ഗോപാലകൃഷ്ണൻ ഉറക്കത്തിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് വന്ന് വാതിക്കലേക്ക് നോക്കിയതും കുടുംബശ്രീ ഹോട്ടലിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. അല്ല, ഇതെന്താ ഈ ശാരദ ഹോട്ടൽ അടയ്ക്കാതെ പോകുന്നത്? ഇത്രയും നേരമായിട്ടും കടയടയ്ക്കാഞ്ഞത് എന്താ? ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് ഗോപാലകൃഷ്ണൻ ഹോട്ടലിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് വാതിക്കല ഗേറ്റ് തുറന്ന് അവിടെ ഒരു ജീപ്പ് കിടക്കുന്നത് കണ്ടത്. ആ ജീപ്പ് കണ്ടതോടെ വിഷ്ണുവിന്റെ വണ്ടിയാണെന്ന് മനസ്സിലായി. ഉടനെ ഗോപാലകൃഷ്ണൻ ആലോചിച്ചു, ഇവനെന്താ ഈ സമയത്ത് എന്ന് ഗോപാലകൃഷ്ണൻ ചിന്തിച്ചതും കുടുംബശ്രീ ഹോട്ടലിൽ വിഷ്ണു ഉണ്ടാകുമെന്ന് ഗോപാലകൃഷ്ണൻ മനസ്സിലായി. ഉടൻ തന്നെ ഗോപാലകൃഷ്ണൻ കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തി. ഈ സമയത്ത് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആദ്യ ഭാര്യയെ മറന്ന് രണ്ടാമത് ഞാൻ ഒരു വിവാഹം കഴിച്ചു കൊണ്ടുവന്നു എന്നതാണ് നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. അത് കേട്ടതും ശാലിനി ആകെ ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കി. ഉടനെ കാർത്തിക എന്ന് പറഞ്ഞപ്പോ ശാലിനി അരികിലേക്ക് എത്തി വിഷ്ണുയോട് ചോദിച്ചു, വിഷ്ണുവേട്ടൻ എന്താ പറയുന്നത്? ആ കല്യാണം എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ വിഷ്ണു പറഞ്ഞു, അതേ ശാലിനി, കാർത്തിക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറി വന്നു. ഗോപാലകൃഷ്ണനെ കണ്ടതോടെ വിഷ്ണു ആകെ വേദനയോടെ നിന്നു. ശാലിനിയെയും വിഷ്ണുവിനെയും അവിടെ കണ്ടപ്പോൾ ഗോപാലകൃഷ്ണൻ അകത്തേക്ക് എത്തി ചോദിച്ചു, എന്താ സത്യഭാമയുടെ സത്യസന്ധനായ മകൻ ഇവിടെ വന്നത് ഈ രാത്രിയിൽ? എന്താ രാത്രിയിൽ ചായ കുടിക്കണമെന്ന് തോന്നിയിട്ടാണോ കുടുംബശ്രീ ഹോട്ടൽ തേടി എത്തിയത്? അങ്ങനെയാണെങ്കിലേ ഇവളുണ്ടാക്കുന്ന ചായ അത്ര പോരാ, പക്ഷെ ഇവളെക്കായാലും കൈപുണ്യമുണ്ട് ശാരദ ഉണ്ടാക്കുന്ന ചായക്ക്. ഞാൻ ശാരദയെ വിളിക്കാം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ വേഗം ശാരദയെ എന്ന് വിളിച്ചതും ശാലിനി പറഞ്ഞു, അച്ഛാ വേണ്ട, വിഷ്ണുവേട്ടൻ എന്നോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ശാലിനി പറയാൻ തുടങ്ങുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, മിണ്ടിപ്പോകരുത് നീ, ഇവൻ വീണ്ടും വന്നിരിക്കുന്നു രാത്രിയില്. ഈ പാതിരാത്രിയിലാണല്ലോ സംസാരിക്കാനായിട്ട് ഇവൻ വന്നിരിക്കുന്നത്. പട്ടാപ്പകല് നാലാളുടെ മുന്നിൽ വെച്ച് ഇവനെന്താ സംസാരിക്കാൻ ഇവന് നാവില്ലേ? അപ്പോ ഇവന് നാവെന്താ റബ്ബർ ബാൻഡ് ഇട്ടു പോയോ എന്ന് ഗോപാലകൃഷ്ണൻ ദേഷ്യത്തോടെ ശാലിനിയോട് ചോദിച്ചു. ഇവൻ ഈ രാത്രിയിൽ ഇവിടെ വന്ന് ഇങ്ങനെയെല്ലാം സംസാരിക്കാനായിട്ട് നിന്റെ അരികിലേക്ക് വന്നെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും. സൂക്ഷിക്കണം മോളെ, നിന്നെ ചതിക്കാൻ തന്നെയാണ് ഇവൻ ശ്രമിക്കുന്നത്. ഇവന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഇവൻ എന്തെങ്കിലും പുതിയ തന്ത്രവുമായി എത്തിയതായിരിക്കും. സത്യഭാമ പറഞ്ഞയച്ചതായിരിക്കും മോളെ, നിന്നെ തകർത്ത് കളയുന്നതിന് വേണ്ടി പാതിരാത്രിയിൽ ഇവിടേക്ക് പറഞ്ഞയച്ചത്. ഒരു ജാരക്കഥയുണ്ടാക്കി നിന്നെക്കുറിച്ച് ഇനിയും മോശമായി എന്തെങ്കിലുമൊക്കെ അവർക്ക് പറഞ്ഞു പരത്താവല്ലോ. അതിനുവേണ്ടി മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി നിന്റെ മേൽ കുറ്റം ആരോപിക്കണമല്ലോ. വിവാഹം കഴിച്ച് സ്വന്തം ഭാര്യ കൂടെ ഉണ്ടായിട്ടും അവളെ മറന്ന് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഇവനെ നീ വിശ്വസിക്കരുത് എന്ന് ഗോപാലകൃഷ്ണൻ വിഷ്ണുവിനെ ചൂണ്ടിക്കാട്ടി ശാലിനിയോട് അറിയിച്ചു. ഇവനും ഇവന്റെ അമ്മയും ചെയ്യുന്ന ക്രൂരതകൾ എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഇവന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. മുമ്പ് പലിശയ്ക്ക് പണം പിരിക്കാനായി പാവപ്പെട്ട ജനങ്ങളുടെ അരികിലേക്ക് ഇവന്റെ അമ്മ പറഞ്ഞയച്ചിരുന്നത് ഇവനെയാണ്. ഇവനായിരുന്നു അന്ന് പണം പിരിക്കാനായി നടന്നിരുന്നത്. എന്നാൽ ഇപ്പോ അതുപോലെ നിന്നെയും തകർക്കാനായിട്ട് ഇവന്റെ അമ്മ പറഞ്ഞയച്ചതാണ്. ഇവനും ഇവന്റെ അമ്മയ്ക്കും ഒരേ മനസ്സ് തന്നെയാണ് എല്ലാ കാര്യത്തിലും എന്ന് ഗോപാലകൃഷ്ണൻ വിഷ്ണുവിനെ നോക്കി പറഞ്ഞു.
ഉടനെ വിഷ്ണു ആകെ കലിയോടെ നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, വിഷ്ണു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കാനാണെങ്കിൽ ഒരിക്കൽ എന്റെ മകൾ നിന്റെ മുന്നിൽ നിന്റെ താലിക്ക് വേണ്ടി തല കുനിച്ച് തന്നുപോയി. അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഇപ്പോൾ വെറുതെ വിടുന്നു. പക്ഷേ എന്റെ മകളെ ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി നീ പൊട്ടിച്ചെടുക്കാനായി നിന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിട്ടാണ് എത്തിയതെങ്കിൽ ആ താലി പൊട്ടിച്ച് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ നീ കെട്ടാൻ ഒരുങ്ങിയാൽ ആ കൈ ഞാൻ വെട്ടും വിഷ്ണു, നിന്നാണേ സത്യം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഭീഷണിപ്പെടുത്തുന്നത് കേട്ട് ശാലിനി അച്ഛാ എന്ന് ഉറക്കെ വിളിച്ചു. അത് കേട്ട് വിഷ്ണു ആകെ വിഷമത്തോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചു. വിഷ്ണുവേട്ട, വിഷ്ണുവേട്ട പോകരുത്, വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ വിഷ്ണു ആകെ വിഷമത്തോടെ തന്റെ ദേഷ്യമെല്ലാം ഉള്ളിലടക്കി വെച്ച് ശാലിനിയുടെ കൈ തട്ടി മാറ്റി വിഷ്ണു ആ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാലിനി വീണ്ടും വിഷ്ണുവേട്ട പോകല്ലേ വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുന്നത് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ തടയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും വിഷ്ണു വേഗം അവിടേക്ക് ഇറങ്ങി വണ്ടിയും എടുത്ത് പോകുന്നത് ഗോപാലകൃഷ്ണൻ ഹോട്ടലിന് മുന്നിൽ വന്ന് നിന്ന് കണ്ടു. വിഷ്ണു പോയതിനു ശേഷം ഗോപാലകൃഷ്ണൻ വേഗം ശാലിനി ആ ഹോട്ടലിൽ തനിച്ച് നിൽക്കുന്നത് കണ്ട് വീട്ടിലേക്ക് വന്ന് കയറിയിട്ട് ശാലിനി വരുന്നുണ്ടോ എന്ന് അവിടെ നിന്ന് നോക്കുന്നു. അതിനുശേഷം ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ ശാലിനി തനിച്ച് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കാനോ ഒരുങ്ങിയ ആ നിമിഷത്തിൽ തന്റെ അച്ഛൻ തന്നെ വന്ന് അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞതിന്റെ നിരാശയായിരുന്നു ശാലിനിയുടെ മനസ്സിലാകെ. ശാലിനി അതെല്ലാം ഓർത്ത് സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോൾ തിരിച്ചു പോകുന്ന വിഷ്ണുവിന്റെ മനസ്സിൽ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ അലയടിച്ചു. അമ്മയ്ക്കും മകനും ഒരേ മനസ്സാണെന്നും ശാലിനിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ചെറിഞ്ഞ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ ആ താലി കെട്ടാൻ ശ്രമിച്ചാൽ നിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കുമെന്നും അതുപോലെ തന്നെ എന്റെ മകളുടെ ജീവിതം തകർക്കാനായിട്ടാണ് നീ വീണ്ടും വന്നത് എന്നൊക്കെ ചോദിച്ച് വിഷ്ണുവിനെ അപമാനിച്ചതും നിന്റെ അമ്മ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇവളെ അപമാനിക്കുകയും ഇവളെ അവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തപ്പോഴൊന്നും നിനക്ക് നിന്റെ നാവ് പൊന്തിയില്ലേ, നിനക്ക് അപ്പോഴൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ വിഷ്ണുവിനെ അലട്ടുന്നു. പിന്നീട് കാണുന്നത് പെരുന്തുറ കടപ്പുറത്ത് അതിലെ നടക്കുന്ന ജയശങ്കറിന് അരികിലേക്ക് ആ കടപ്പുറത്തെ വിക്ടറിന്റെ ഒപ്പമുള്ള ആളുകളിൽ ഒരാൾ വന്ന് ജയശങ്കറിനെ മനഃപൂർവ്വം വന്ന് തട്ടുന്നു. ഉടനെ ജയശങ്കർ ദേഷ്യത്തോടെ നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, അതെ, മനഃപൂർവ്വമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാ, ക്ഷമിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നീട് മുന്നോട്ട് ജയശങ്കർ നടന്നു പോകുമ്പോൾ മറ്റൊരാൾ വന്ന് ജയശങ്കറിനെ തട്ടി. എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, അറിഞ്ഞുകൊണ്ട് തന്നെയാ. അത് കേട്ടതും ജയശങ്കറിനെ ദേഷ്യത്തോടെ ജയശങ്കർ നോക്കുമ്പോൾ വീണ്ടും ജയശങ്കറിനെ പെരുമാറാനായിട്ട് കൂടെ 2-3 ആളുകൾ കൂടി അവിടേക്ക് എത്തി. ഉടനെ ജയശങ്കർ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? അപ്പോഴേക്കും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്നോ, നീ എന്തിനാണ് ഈ കടപ്പുറത്തോട് ഇങ്ങനെ കറങ്ങുന്നത് എന്ന് ചോദിച്ചു. ഉടനെ എന്താണ് അവിടെ പ്രശ്നം എന്ന് ചോദിച്ച് വിക്ടർ അവിടേക്ക് എത്തി. അപ്പോഴേക്കും ഉടനെ വിക്ടർ ചോദിച്ചു, വിട്ട് കളയടാ, സാറിന് അല്പം മര്യാദയുള്ള ആളാണേ, അതുകൊണ്ടല്ലേ സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചത്. അല്ല, സാറിന് ഇപ്പോഴത്തെ പ്രശ്നം എന്താ എന്ന് ചോദിച്ചതും ഉടനെ ജയശങ്കർ ചോദിച്ചു, ഇത് കടപ്പുറമല്ലേ, അല്ലാതെ നിങ്ങളുടെ ആരുടെയും കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ ഇതിലെ നടക്കരുതെന്ന് പറയാൻ എന്ന് ചോദിച്ചപ്പോ ഉടനെ വിക്ടർ പറഞ്ഞു, സാർ അങ്ങനെ അങ്ങ് പോകാതെ, സാറേ ഇതേ ഞങ്ങളുടെ കടപ്പുറമാണ്, സാർ പറഞ്ഞല്ലോ ഇത് ഞങ്ങളുടെ കുടുംബ സ്വത്തൊന്നും അല്ല എന്ന്. അതെ സാറേ, ഇത് ഞങ്ങളുടെ കുടുംബ സ്വത്ത് തന്നെയാ, ഞങ്ങളെ പെറ്റിട്ടതേ ഈ കടപ്പുറത്തേക്കാണ് സാറേ. അതുകൊണ്ട് സാർ ഈ കടപ്പുറത്ത് വന്ന് എന്തെങ്കിലും നെറുകേടുകൾ കാണിക്കാൻ ശ്രമിച്ചാലേ അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഈ കടപ്പുറത്ത് കിടന്ന് മരിച്ചാൽ തന്നെ ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ സാറേ. ഉടനെ ജയശങ്കർ ചോദിച്ചു, അതെ, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഉടനെ ജയശങ്കറിന്റെ ഷർട്ടിന് പിടിച്ചുകൊണ്ട് വിക്ടർ ചോദിച്ചു, അല്ല, എനിക്ക് ഒന്നറിഞ്ഞാൽ മതി സാറേ, സാർ എന്തിനാ ആ പാവം പിടിച്ച ശാലിനി മേഡത്തെ ചതിച്ചത്, അതെന്തിനാണെന്ന് അറിയണം. ഉടനെ ജയശങ്കർ ഞെട്ടലോടെ നോക്കുമ്പോ, അല്ല, ശാലിനി മേഡത്തിന്റെ വീട്ടിലുള്ള ആ പെണ്ണിനെ അറിയില്ലെന്ന് സാറ് പറഞ്ഞ എന്തിനാണ്, അതാണ് അറിയേണ്ടത്, അതിനുള്ള മറുപടി മാത്രം സാറ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ജയശങ്കറിനെ വിക്ടർ ഭീഷണിപ്പെടുത്തി. അത് കേട്ടതും ജയശങ്കർ പറഞ്ഞു, ഇല്ല, എനിക്ക് ആരെ അറിയില്ല എന്ന് പറഞ്ഞതും സത്യം പറയല എന്ന് പറഞ്ഞ് ജയശങ്കറിനെ വിക്ടറും കൂട്ടാളികളും കൂടി കൈകാര്യം ചെയ്തു. ഉടനെ ജയശങ്കർ പറഞ്ഞു, അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാണ് എന്ന് പറഞ്ഞപ്പോ വിക്ടർ പറഞ്ഞു, എടാ ഇറക്കടാ ഒരു വള്ളം വേഗം കടലിലേക്ക്, ഇവനെ ഈ കരയ്ക്കുള്ള കാറ്റിനേക്കാളും സുഖം കടലിലുള്ള കാറ്റ് തന്നെയാണ്, കടൽക്കാറ്റ് കൊള്ളുമ്പോ
ഇവന് കാര്യങ്ങളൊക്കെ വ്യക്തമായി പുറത്തോട്ട് പറയും. ഉടനെ വാടാ ഇവിടെ എന്ന് പറഞ്ഞ് ജയശങ്കറിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ജയശങ്കർ പറഞ്ഞു, അയ്യോ വേണ്ട, ഞാൻ പറയാം. മധുശ്രീ എന്ന് പറയുന്ന ഒരു പെണ്ണാണ് എനിക്ക് പണം തന്നത്. അവർ തന്നിട്ട് പറഞ്ഞു കാർത്തികയെ അറിയരുതെന്ന് പറയണമെന്ന്. കാർത്തികയെ അന്വേഷിച്ച് നടന്ന് എന്റെ കയ്യിൽ നിന്ന് കുറെ പണം ചെലവായതാണ്. ആ പണം തിരികെ കിട്ടുമെന്ന് അറിഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറയാൻ തയ്യാറായി, അത്രമാത്രം എന്ന് പറഞ്ഞതും അത് ശരി, അപ്പോ ഈ കാർത്തിക എന്ന് പറയുന്നവളെ നീ കെട്ടാൻ നടന്നവനല്ലേടാ? അവൾക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലേ അവളെ അന്വേഷിച്ച് വരാൻ എന്ന് ചോദിച്ചതും ഉണ്ട്, അവരുടെ പാവങ്ങളാ, അവൾ എവിടെയാണെന്നുള്ള കാര്യം അവർക്കിപ്പോഴും അറിയില്ല, അവരാകെ സങ്കടപ്പെട്ട് ജീവിക്കുകയാണെന്ന് പറഞ്ഞതും വിക്ടർ പറഞ്ഞു, ഇതുപോലെയുള്ള മക്കളുള്ളവരെ ജീവിക്കുകയല്ല ജീവൻ ഒടുക്കുകയാ ചെയ്യേണ്ടത്. എന്നാലേ അവളുടെ അച്ഛന്റെ ഫുൾ ഡീറ്റെയിൽസും അയാൾ എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നുള്ള കാര്യങ്ങളും നമ്പർ സഹിതം വേഗം തന്നെ നീ ഈ നിൽക്കുന്ന ഇക്കോടങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്. മജീദേ, വേഗം ഇവന്റെ നാവിൽ നിന്ന് അത് സമയം പാഴാകുന്നതിന് മുമ്പ് തന്നെ എല്ലാം വേഗം തന്നെ എഴുതി വാങ്ങിച്ചോ. എന്നിട്ട് ഇവരെ നമുക്ക് കടലിലേക്ക് കൊണ്ടുപോകാം എന്ന് വിക്ടർ പറയുന്നു. അത് കേട്ടതും ഭയന്ന് നിൽക്കുന്ന ജയശങ്കർ കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്തു. പിന്നീട് കാണുന്നത് സത്യഭാമയുടെ വീട്ടിൽ അങ്ങ് മുകളിലത്തെ നിലയിലിരുന്നുകൊണ്ട് അവിടുത്തെ സെറ്റിയിലിരുന്ന് കയ്യിൽ തന്റെ കയ്യിലിരിക്കുന്ന നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ കാർത്തിക നെയിൽ പോളിഷ് ഇട്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ വിഷ്ണു അവിടേക്ക് എത്തി. വിഷ്ണുവിനെ കണ്ടതും വിഷ്ണു വന്ന് കാർത്തികയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഉടനെ തന്നെ കാർത്തിക ചാടി എഴുന്നേറ്റതും വിഷ്ണു പറഞ്ഞു, ഏയ് വേണ്ട വേണ്ട, അവിടെ ഇരുന്നോ, വലിയ സന്തോഷത്തിനാണല്ലോ അല്ലേ, കർഷനെ ആലോചിച്ചിരിക്കുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചിട്ടും അതേ എന്ന് കാർത്തിക തലകുലുക്കുകയും അല്ല, ഹർഷനെ ആലോചിച്ചിരിക്കുന്ന ഒരു മൂഡിലാണല്ലോ മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, എന്ന് വരും ആള്? അയാൾ ഉടനെ വരും, തന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എത്രയായി ശരിക്കും, എന്ന് വരും ആളിനി എന്ന് വിഷ്ണു അന്വേഷിച്ചതും ഉടനെ കാർത്തിക പറഞ്ഞു, അത് പിന്നെ 1-2 ദിവസമായിട്ട് ഹർഷനെ കിട്ടുന്നില്ല, അതുകൊണ്ട് ഒന്നും അറിയാത്തത് എന്ന് കാർത്തിക പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, ഓ അത് ശരി, എന്നാ ഒരു കാര്യം ചെയ്യ്, താന് ഇപ്പൊ തന്നെ ഒന്ന് ഹർഷനെ വിളിക്ക്, എനിക്ക് അയാളോടൊന്ന് സംസാരിക്കാവല്ലോ എന്ന് പറഞ്ഞതും കാർത്തിക പറഞ്ഞു, അയ്യോ അത് പിന്നെ എന്ന് ചോദിച്ചപ്പം എന്താ ഫോണിൽ പൈസ ഇല്ലേ, എന്നാ എന്റെ ഫോണിൽ ധാരാളം ഉണ്ട്, ഇതിൽ നിന്ന് വിളിച്ചോ എന്ന് പറഞ്ഞതും കാർത്തിക പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് കാർത്തിക തന്റെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കി. കോൾ എടുത്തിട്ട് വിളിച്ചിട്ടും കോള് പോകാത്ത പോലെ ശേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതും വിഷ്ണു ചോദിച്ചു, എന്ത് പറ്റി? അല്ല, ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. സ്വിച്ച് ഓഫ് ആണല്ലേ, എന്നാ ശരി, നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എനിക്കൊന്ന് സംസാരിച്ചല്ലേ പറ്റൂ, അയാളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വിഷ്ണു എഴുന്നേറ്റു. അല്ല, ഇനിയിപ്പോ തന്റെ കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല, തനിക്കിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ തന്റെ കയ്യിൽ ഹർഷന്റെ ഫോട്ടോ കാണുമല്ലോ, ഒന്ന് കാണിക്കാവോ, എനിക്കൊന്ന് കാണാനാ എന്ന് പറഞ്ഞതും കാർത്തിക പറഞ്ഞു, അയ്യോ ഫോട്ടോയൊന്നും എന്റെ കയ്യിലില്ല, ഞങ്ങൾ അങ്ങനെ ഫോട്ടോ സൂക്ഷിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഓ ശരി ശരി, അങ്ങനെയാണല്ലോ അല്ലേ, സാരമില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം, എന്നിട്ട് ഞാൻ തന്നെ അയാളോട് പറയാം 1-2 ഫോട്ടോ അയച്ചു തരാൻ. എന്താ, അപ്പോ ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പാട്ടൊക്കെ പാടിക്കോ, ഇരുന്ന് പാടിക്കോ, നന്നായിട്ട് പാടിക്കോ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നിറങ്ങി. കാർത്തിക ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഹർഷനെ കണ്ടെത്താനുള്ള വിഷ്ണുവിന്റെ ശ്രമത്തെക്കുറിച്ച് ആലോചിച്ച് കാർത്തിക ഭയത്തോടെ ഇരിക്കുന്നു.